നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഭിത്തി വെള്ളം പനിച്ചു വരുന്നുണ്ടോ? അവിടെ പെയിൻറ്റ് പൊടിഞ്ഞു പോകുന്നിട്ട് നിങ്ങൾ ഒരു വലിയ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഒരാളാണോ? എങ്കിലൊരു നല്ല സൊല്യൂഷനുണ്ട്, കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഓഫീസ് സ്പേസിലാണ്. ഈ ഒരു ഭിത്തി കണ്ടോ? ഇതിൻ്റെ മറുവശം എന്ന് പറയുന്ന ഒരു ബാത്റൂമാണ്. അപ്പം ആ ബാത്റൂമിൽ നിന്നും വെള്ളം പനച്ച്, ആ ബാത്റൂമിൻ്റെ ഭിത്തിയിൽ നിന്നും വെള്ളം പനച്ച് ഈ ഭിത്തിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഭിത്തിയിലുണ്ടായിരുന്ന പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തിരുന്ന പെയിൻറ്റുകളെല്ലാം പതുക്കെ പൊളിഞ്ഞ് വരാൻ തുടങ്ങി. ഭയങ്കര വൃത്തികേടാണ്. കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് കാണാൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഭിത്തി കംപ്ലീറ്റായിട്ട് ഞാനങ്ങ് ടൈലങ്ങ് ഒടിച്ചു. നോക്കി എത്ര മനോഹരമായിട്ടുണ്ട്, വളരെ ഭംഗിയുണ്ട്. ടൈൽ പണിത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അപ്പോച്ച് ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടറിയാം, കണ്ട സ്പേസറൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അപ്പോച്ച് ഇടാൻ പോകുന്നതേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ടാവും ഈ സെയിം പ്രോബ്ലം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ആ ഒരു ഭിത്തി നമുക്കങ്ങ് ടൈലൊട്ടിക്കാം. ടൈലൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നേ ഉള്ളൂ, വളരെ അതിന് തന്നെ യോജിക്കുന്ന അഡസീവ് നമ്മൾ യൂസ് ചെയ്യണം. സാധാരണ ലോ കോസ്റ്റ് അഡസീവിൽ നമ്മളിത് ചെയ്യരുത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിന് തന്നെ യോജിക്കുന്ന അഡസീവ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ അഡസീവ് ഉപയോഗിച്ച് ടൈലങ്ങ് ഒട്ടിച്ചു, വളരെ സൂപ്പറായിട്ട് കിടക്കും, വളരെ ക്ലാസ് ലുക്കായിരിക്കും. താങ്ക് യു.